ഒരിക്കൽ ദൈവം അബ്രഹാമിനോട് ഇപ്രകാരം അരുളി ചെയ്തു: അബ്രഹാമേ, നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണുക, കടൽക്കരയിലെ മണൽത്തരികളെ എണ്ണുക. അവയെപ്പോലെ ഞാൻ നിനക്ക് സന്താനത്തെ തരും. ദൈവം അബ്രഹാമിനോട് ആ വാഗ്ദത്തം നൽകുമ്പോൾ അബ്രഹാമിൻ്റെ ശരീരം വയസ്സേറിയതായിരുന്നു. പ്രായം ചെന്ന വൃദ്ധനായ ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം. ദൈവം ഒരിക്കലും അബ്രഹാമിൻ്റെ പരിമിതികളെ അല്ല നോക്കിയത്. അവിടെ പിന്നെയോ തൻ്റെ വാഗ്ദത്തത്തിൻ്റെ വിശാലതയിലേക്ക് അബ്രഹാമിനെ എടുത്തു ഉയർത്തുകയാണ് ദൈവം ചെയ്തത്. ദൈവത്തിന് അളവുണ്ട്, മനുഷ്യന് അളവുണ്ട്. ദൈവത്തിൻ്റെ അളവ് നോക്കുക. ദൈവം അബ്രഹാമിനോട് വാഗ്ദാനം ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തെ കാട്ടിയാണ്. ദൈവത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അളവിൻ്റെ വിശാലത എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ, കടൽക്കരയിലെ മണൽത്തരികൾ. ഒന്ന് ചിന്തിച്ചാൽ ഇന്നും മനുഷ്യന് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത, എണ്ണി തീർത്തിട്ടില്ലാത്ത ഒന്നാണ് ആകാശത്തിലെ നക്ഷത്രങ്ങളും കടലും, കടലാഴവും, കടൽക്കരയിലെ മണൽത്തരികളും. ഇന്നും മനുഷ്യൻ പൂർണ്ണമായി അതിനെ എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ടില്ല, അല്ലെങ്കിൽ അതിനെ പഠിച്ചു കഴിഞ്ഞിട്ടില്ല. ഇന്നും മനുഷ്യൻ നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ഗവേഷണത്തിലാണ്. ഇന്നും മനുഷ്യൻ കടലിനെക്കുറിച്ചും, കടലിൻ്റെ ആഴത്തെക്കുറിച്ചും, കടലിൻ്റെ അടിയിലുള്ള കാര്യങ്ങളെക്കുറിച്ചും, കടൽ കരയെപ്പറ്റിയും കടൽ തീരത്തെ പറ്റിയുമുള്ള ഗവേഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുക. എങ്ങനെയാണ് മനുഷ്യൻ്റെ അളവ്? നമുക്ക് ഉയരം, ഭാരം, നീളം, വീതി, വിസ്തീർണം, വിദ്യാഭ്യാസം, സമ്പത്ത് എല്ലാം നമ്മൾ അളക്കാറുണ്ട്. എങ്ങനെയാണ്? നമ്മുടെ ചിന്തകൾ കൊണ്ടാണ് നാം അവയെ അളക്കാറുള്ളത്. നമുക്കെല്ലാത്തിനും അളവ് പാത്രമുണ്ട്. എന്നാൽ നമ്മുടെ അളവ് പാത്രം നമ്മുടെ ചിന്തകൾക്കനുസരിച്ച് ക്രമീകരിക്കപ്പെട്ടതാണ്. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുക്കുമ്പോൾ അവൻ്റെ പരിമിതികളെ ഇല്ലാതാക്കുകയല്ല അവിടെ ചെയ്യുന്നത്. അവൻ്റെ പരിമിതിക്ക് മുകളിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ വിശാലതയെ അവൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് ദൈവം ചെയ്യുന്നത്. നമ്മളെപ്പോഴും മനുഷ്യൻ്റെ അളവിൽ ഒരു പരിമിതിയുണ്ട്. എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ട്. നമ്മൾ ചില പ്രതിസന്ധികളിൽ ചെന്നുപെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേക ഘട്ടത്തിൽ നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഞാൻ ഇതുവരെ ഉള്ളൂ, എനിക്കിനി ഒന്നും കഴിയില്ല, എനിക്ക് ചെയ്യാൻ കഴിയുന്നതിനപ്പുറം ഞാൻ ചെയ്തു കഴിഞ്ഞു എന്ന് നാം ചിന്തിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ചിലപ്പോഴെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർ ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ മെഡിക്കൽ സയൻസ് നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിന് അപ്പുറം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കരത്തിലാണ്. മെഡിക്കൽ സയൻസിനാണെങ്കിലും ഈ ലോകത്തിനാണെങ്കിലും എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. ആ പരിമിതിക്കപ്പുറമുള്ളതാണ് ദൈവത്തിൻ്റെ അളവ്. എങ്ങനെയാണ് അബ്രഹാം ആ വാഗ്ദത്തത്തിലേക്ക്, ദൈവം തനിക്ക് കൊടുത്ത വാഗ്ദത്തത്തിലേക്ക് എത്തപ്പെട്ടത്? അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണുക, കടൽക്കരയിലെ മണൽ തരികളെ എണ്ണുക. അബ്രഹാം ആ കേട്ടപാടെ അത് എണ്ണാൻ തുടങ്ങുകയായിരുന്നില്ല. അബ്രഹാം അത് വിശ്വസിക്കുകയാണ് ചെയ്തത്. ദൈവം എന്ത് തന്നോട് പറഞ്ഞോ അത് വിശ്വസിച്ചു. ആ വിശ്വാസം അബ്രഹാമിനെ ദൈവിക വാഗ്ദത്തത്തിൻ്റെ വിശാലതയിലേക്ക് എടുത്തുയർത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലും വേണ്ടത് ആ വിശ്വാസമാണ്. നമ്മുടെ പരിമിതികളെ ചിന്തിച്ചുകൊണ്ട്, നമ്മുടെ പരിമിതികളെ അളന്നുകൊണ്ട് നാം നമ്മുടെ മുന്നോട്ടുള്ള ഭാവിക്ക് തടസ്സമായി തീരാതെ, നമ്മുടെ പരിമിതികൾക്കപ്പുറം പ്രവർത്തിക്കുന്ന ദൈവിക വാഗ്ദത്തത്തിൻ്റെ വിശാലതയിലേക്ക് കടക്കുവാനുള്ള വിശ്വാസമെന്ന ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ കഴിവിനെ, ആ കൃപയെ ഉപയോഗിക്കുക, വിശ്വസിക്കുക. ദൈവം തന്ന വാഗ്ദത്തത്തിലേക്ക് ഞാൻ നടന്നു കയറും. എൻ്റെ ചുറ്റുപാടുകൾ, എൻ്റെ സാഹചര്യങ്ങൾ എല്ലാം എന്നെ ഭയത്തിലാക്കുകയാണ്. ആ ഭയത്തിനപ്പുറം
വിശാലമായ ആ വാഗ്ദത്തത്തിലേക്ക് കടക്കുവാൻ എൻ്റെ വിശ്വാസം എന്നെ സഹായിക്കും. ആ വിശ്വാസത്തിലൂടെ ഞാൻ ദൈവിക വാഗ്ദത്തത്തിലേക്ക്, ദൈവിക അളവിലേക്ക് ഞാൻ ഉയർത്തപ്പെടും എന്ന ചിന്തയിൽ നാം മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ പരിമിതികൾക്കപ്പുറം പ്രവർത്തിക്കുന്ന ദൈവത്തെ, ദൈവ സാന്നിധ്യത്തെ, ദൈവിക വാഗ്ദത്തത്തിൻ്റെ വിശാലതയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആയതിനാൽ ഈ ദിനങ്ങളിൽ നമ്മുടെ പരിമിതികളെ നോക്കി നിരാശപ്പെടാതെ, ഭയപ്പെട്ടിരിക്കാതെ, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല, എൻ്റെ ജീവിതം ഇവിടെ വരെ ഉള്ളൂ, ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന ചിന്തയിൽ ഒതുങ്ങിക്കൂടാതെ അതിനപ്പുറം പ്രവർത്തിക്കുന്ന ദൈവിക വാഗ്ദത്തത്തിലേക്ക് ഉയരപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. അതിനായി നമ്മുടെ ചിന്തകളെ നമുക്ക് ഒരുക്കാം. അതിനായി ദൈവം ഏവരെയും സഹായിക്കട്ടെ. ഈ ചെറിയ ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. മേ ഗോഡ് ബ്ലസ് യു.